violence that may not be suitable for young audiences. Viewer discretion is advised. Parental guidance is recommended. ഹലോ 93.5 FM, ഞാൻ നിങ്ങളുടെ ആർജെ വിജയ്. ഇന്ന് ഓഗസ്റ്റ് 2. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? ജോർജ് കുട്ടി ധ്യാനത്തിന് പോയ ദിവസം തന്നെ അല്ല, ഇന്നാണ് വേൾഡ് ഫ്രണ്ട്ഷിപ്പ് ഡേ. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എവ്രിവൺ. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ ഓർമ്മയുണ്ടോ? എന്നായിരുന്നു നിങ്ങൾ അവസാനമായി ഒന്ന് കൂടിയത്? നിന്റെ ഫ്ലൈറ്റ് 2:30 ചേഞ്ച് ഒന്നുമില്ലല്ലോ? അതെ അതെ, ഒന്ന് കൺഫേം ചെയ്യട്ടെ. അർജുൻ നിന്റെയോ? 3:30 ലാൻഡ് ചെയ്യും. ഓ, വീഡിയോ കോൾ ആയിരുന്നു. ഒരു മിനിറ്റ്. ആഹാ, അപ്പൊ ഒറ്റ ട്രിപ്പ് വന്നാൽ മതിയല്ലോ. നീ ഒരു ചായ ഒക്കെ കുടിച്ചിരിക്കുമ്പോഴേക്കും ഞാനവിടെ എത്തും. എന്താ അർജുനെ, മൊത്തത്തിലൊരു ശോകാവസ്ഥയാണല്ലോ. താടിയൊക്കെ അങ്ങനൊന്നുമില്ലടാ. 20 വർഷമായില്ലേ ഞാനിവിടെ തന്നെ. അമ്മയില്ലാത്ത വീട്ടിലേക്ക് കയറി ചെല്ലണ്ടെന്ന് ആലോചിക്കുമ്പോ ഒരു ടെൻഷൻ. ആ, അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. അമ്മ പോയത് പിന്നെ വീട്ടിലിപ്പോ ആരാ താമസം? അച്ഛനും വല്യമ്മാവനും. അമ്മാവെന്ന് വെച്ചാ കേശവപുരത്തുള്ള? അതെ, നമ്മുടെ കവടിയമ്മാവൻ തന്നെ. അവർ രണ്ടരും കൂടി ആ തറവാട്ടിൽ തന്നെയാണോ? അതെ. ഓ, നിന്റെ അച്ഛന്റെ ഒരു അവസ്ഥ. അതിനൊക്കെ നമ്മള് സ്റ്റഡി ലീവിന് വരുമ്പോൾ പുള്ളി പോകണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ നമ്മ പോയിട്ടുണ്ട്. ആ കാടും കാവും കുളവും അവിടുത്തെ മാവും വെറും നൊസ്റ്റാൾജിയ ആൻഡ് റൊമാൻറ്റിഫിക്കേഷൻ. അത് പറഞ്ഞപ്പോഴാണ് പൂവത്തൂർ വഴി വരണ്ടെന്ന് വല്യമാവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കവടിയമ്മാവനല്ലേ? ചെറുവള്ളിക്കാവ് മേടിച്ചിട്ടായിരിക്കും. ഇപ്പോഴും ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ടോ? അതേമാതിരി ഹെഡ് ഓഫീസിൽ നിന്ന് വിളി വന്നു. ഞാൻ വെക്കാനേ, അപ്പോൾ ഉടനെ കാണാം. ഓക്കെ, ബൈ. അപ്പൊ ശരിയെന്നാ. രക്ഷപ്പെട്ടു. അമ്മാവൻ അപ്പോഴേ പറഞ്ഞതാ ഈ വഴി വരണ്ടെന്ന്. നാശം, എന്തൊരു മഴയാണ്. മഴയ്ക്ക് ഇപ്പം അങ്ങനെ നേരം കാലമൊന്നും. നീ വാ, നമുക്ക് ആ മരം മാറ്റിയിട്ട് ഇത് ഇപ്പം ശരിയാക്കാം. അതേടാ, ഇപ്പൊ ശരിയാക്കാം. മോനാർജുനെ, ആ ചെറിയ സ്പാനർ ഇങ്ങോട്ട്. ആഹാ, നീ അവിടെ മഴയൊക്കെ കൊണ്ട് നിൽക്കണം. എത്ര വർഷമായി ഈ മഴയൊക്കെ കൊണ്ട്. ആരാ അവിടെ? ഹലോ, എന്താ ഈ സമയത്ത്? ചേട്ടാ, എനിക്ക് തോന്നുന്നത് എനിക്ക് വഴി തെറ്റിയെന്നാണ്. പോരാത്തതിന് എൻ്റെ വണ്ടി ആ ചെളിയിൽ സ്റ്റക്കായി. ഓ, അത്രേ ഉള്ളൂ. നമുക്കിപ്പം ശരിയാക്കാം. മൈദീനെ അല്ല കിരണ മിക്കവാറും സ്പാനർ വേണ്ടി വരും. അളിയാ, ഇത് മാറ്റിയിട്ട് നമുക്ക് ഒരുമിച്ച് നോക്കാം. നിങ്ങളത് മാറ്റുമ്പോഴേക്കും ഞാൻ ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. വെറുതെ സമയം കളയണ്ടല്ലോ. കുട്ടി ഏതാണ്? എവിടെയോ കണ്ടിട്ടുള്ളൂ. ചാൻസ് ഇല്ല കേട്ടോ. ഞാൻ അക്കരെ മേലാറ്റൂരാണ് വീട്. മേലാറ്റൂർ ജംഗ്ഷനിൽ നിന്നും എങ്ങോട്ടാണ് പോകേണ്ടത്? അയ്യോ, എങ്ങോട്ടും പോകണ്ട, ജംഗ്ഷനിൽ തന്നെയാണ്. അവിടെ ആ കടയില്ലേ, സന്തോഷ് ബേക്കറി, അതിന് പോകണം.
അർജുൻ ഇത് എവിടെ പോയി കിടക്കുകയാണ്? നമ്മുടെ അർജുന്റെ മൊബൈൽ ഫോണല്ലേ ഇത്? പണികൾ ആരെയാ? നീ വേഗം വണ്ടി കേൾക്കും. ഇത് ചെറുവള്ളിക്കാവാണെന്ന് തോന്നുന്നു. പൂവത്തൂർ വഴി വരണ്ടെന്നല്ലേ അമ്മാവൻ പറഞ്ഞത്? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അർജുനെ കാണാനില്ല. കാണാനില്ലെന്നോ? ഞങ്ങൾ വരുന്ന വഴി വഴിയില് ഞങ്ങൾ മറ്റേ ഷോർട്ട്കട്ട് എടുത്തിട്ട് മാത്രം. എന്നാ വഴിയിലൊരു മരം വീട് കിടക്കുന്നു. എന്നിട്ട് മാറ്റം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു പെൺകുട്ടി. പെൺകുട്ടിയോ? അതെ, ഒരു പെൺകുട്ടി. അതിന്റെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ അർജുൻ അവളുടെ കൂടെ പോയി. അപ്പൊ നിങ്ങളോ? ഞങ്ങൾ മരം മാറ്റി വന്നപ്പോഴേക്കും ആ കുട്ടിയെയും അർജുനെയും കാണാനില്ല. പിന്നെ മനസ്സിലായത് അത് ചെറുവള്ളിക്കാവിലെ സൈഡിലുള്ള റോഡാണെന്ന്. ഇരുട്ടത്തെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ആ ചെറുവള്ളിക്കാവോ ചതിച്ചല്ലോ ഭഗവാനെ. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അതവളാ. ആ വാഹനം മന്ത്രക്കുരുക്ക് പൊട്ടിച്ച് അവൾ പുറത്തു വന്നിരിക്കുന്നു. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? സാധാരണ മനുഷ്യർ വിചാരിച്ചാൽ അർജുനെ രക്ഷിക്കാൻ കഴിയില്ല. എന്റെ മകൻ എന്തു പറ്റിയെന്ന് അറിയില്ല. ഇനി അവനെ രക്ഷിക്കാൻ മന്ത്രവാദികളെ വിളിക്കണമായിരിക്കും. അതെ, അല്ലാതെ വേറെ വഴിയില്ല. അമ്മാവ, നമ്മുടെ അർജുൻ അമ്മാവനെത്തി പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് ചോറോട്ടത്തെ നമ്പൂതിരിപ്പാടും കാളൂർ ബ്രഹ്മദത്തൻ കൈയാളും ചേർന്നാണ് അവളെ ചെറുവള്ളിക്കാവിലെ ആ ഗുഹയിൽ കുടിയിരുത്തിയത്. അതിനുശേഷം ഈ ദേശത്തെ ആളുകൾ ആരും ആ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടില്ല. അതുകൊണ്ടാ പൂവത്തൂർ വഴി വരണ്ട എന്ന് നിങ്ങളോട് പ്രത്യേകം പറഞ്ഞത്.
ഭ്രാന്താണിത്. നാട്ടിലെ പോലീസിനെയൊക്കെ പിരിച്ചുവിട്ടിട്ട് ഇനി ആ പണി മന്ത്രവാദികളെ ഏൽപ്പിക്കണമായിരിക്കും. മാധവ, പോലീസ് എന്നല്ല പട്ടാളം വന്നാലും അർജുനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. മർത്യർക്ക് അപ്രാപ്യമായ നിഗൂഢ ശക്തിയാണത്. അർജുനെ രക്ഷിക്കാൻ ഇനി അവർക്ക് മാത്രമേ കഴിയൂ. ഭൈരവശക്തി സഹസ്രാര പത്മത്തിലെത്തിച്ച സാധകൻ മരണത്തിന്റെ രൂക്ഷഗന്ധമുള്ള മഹേശ്വര വാസസ്ഥാനത്ത് ജന്മമെടുത്തവർ. ചിതാഭസ്മമാണ്
അർജുൻ, നിനക്ക് എന്തോ പറ്റിയത്? അർജുൻ, അങ്ങനെയാണ് 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അർജുൻ ഈ നാട് വിട്ടു പോകേണ്ടി വന്നത്. ശുദ്ധ അസംബന്ധം, പച്ചക്കള്ളമാണ് നിങ്ങൾ ഈ പറയുന്നത്. പിന്നെ ഒരു മകനെ നഷ്ടപ്പെട്ട അച്ഛന്റെ വേദന നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്ന ഇക്കാലത്താണ് അവന്റെ ഒരു ആഭിചാരക്രിയ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്.
guys, welcome to my travel channel. This is your travel guide Rishi. Travel with Rishi എന്ന ചാനലിൽ നമ്മൾ ഇന്ന് പോകുന്നത് പൂവത്തൂർ എന്ന ഗ്രാമത്തിലേക്കാണ്. അതെ, പൂവത്തൂരിലാണ് ചെറുവള്ളിക്കാവ്. ചെറുവള്ളിക്കാവിൽ നമ്മുടെ സ്വന്തം കാഞ്ചനപ്പാറയിലേക്കാണ്. പക്ഷേ ഒരു തെളിവില്ലാതെ പോലീസുകാർ പറയുന്നു. എന്തായാലും കാഞ്ചനപ്പാറയുടെ വിശേഷങ്ങൾ ചോദിക്കാൻ നമുക്കിവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും നോക്കാം. പിന്നെ ഋഷീസ് ട്രാവൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. ആ ഇതാ ഇവിടെ ഒരാളുണ്ട്. അയാളുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം ഈ കാഞ്ചനപ്പാറയെ കുറിച്ച്. ഹലോ മാഡം, സോറി കുട്ടി, ഇത് ഋഷീസ് ട്രാവൽ ചാനലിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഋഷിയാണ്. ഞാൻ ഈ കാഞ്ചനപ്പാറയെ കുറിച്ച് അറിയാനാണ് ഇവിടെ നിൽക്കുന്നത്. മാഡത്തിന്റെ കുട്ടിയുടെ പേരെന്താ? ഹലോ, എക്സ്ക്യൂസ് മീ, ഞാൻ പേരാ ചോദിച്ചത്. എന്താ താങ്കളുടെ പേര്? എന്റെ പേര് കാഞ്ചന.